Welcome to Dr. Dan's Psychological Facts. Subscribe now for fresh weekly episodes. ഹായ്, നമുക്ക് തലവേദനയിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ തലവേദനയാണ് ട്രയാങ്കുലേഷൻ ട്രോമ ത്രോപ്പ് എന്ന് പറയുന്നത്. ഇതും മുൻപ് പറഞ്ഞ പോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി. വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ഭാര്യയാകാം, ഭർത്താവാകാം, കാമുകനാകാം, കാമുകിയാകാം, സുഹൃത്താകാം, മാതാപിതാക്കളിൽ ആരെങ്കിലും ആകാം, രണ്ടുപേരും ആകാം. ആരായാലും ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ടോക്സിക് ആയിട്ടുള്ള ഈ വ്യക്തി അവരുടെ വിക്ടിമിനെ കൺട്രോളിൽ നിർത്താനായി ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ട്രയാങ്കുലേഷൻ ട്രോപ്പ് എന്ന് പറയുന്നത്. ഇവർ ട്രയാങ്കുലേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് രണ്ട് വ്യക്തികൾ, നിങ്ങളും ഈ ടോക്സിക് വ്യക്തിയും, ഇവരുടെ ഇടയിലേക്ക് മൂന്നാമത് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഈ വിക്ടിമിനെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഇവർ പറയുകയാണ്, നിങ്ങൾ കണ്ട ആ വ്യക്തിയെ കണ്ടുപിടിക്കൂ, അതല്ലെങ്കിൽ നേരത്തെ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു വ്യക്തി എന്നെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്ക് തന്നിട്ടുള്ള സ്ഥാനം എന്തായിരുന്നു, എനിക്ക് തന്നിട്ടുള്ള സ്നേഹം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചെയ്യുന്നത് ഒന്നുമല്ല, നിങ്ങൾ എനിക്ക് തരുന്നത് ഒന്നുമല്ല, യു ആർ നത്തിങ്. അതായത് നമ്മളെ അതല്ലെങ്കിൽ ഈ ഒരു വിക്ടിമിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ടോക്സിക് ആയിട്ടുള്ള ആള്, ഈ NPD ഉള്ള ആള്, നിങ്ങൾ ചെയ്യുന്നത് ഒന്നുമല്ല, യു ആർ നത്തിങ്. മറ്റുള്ള ഒരാൾ ചെയ്തിരുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഈ കാര്യം. ട്രയാങ്കുലേഷൻ ട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ ഈ പറഞ്ഞല്ലോ, ഒരു കാമുകനോ കാമുകയാണെങ്കിൽ മുമ്പ് ഇവർക്കുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ കുറിച്ചാവാൻ പറയുന്നത്, ഭാര്യയോ ഭർത്താവോ ആണോ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന മാതാപിതാക്കളെക്കുറിച്ചാവാം, സഹോദരങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും സുഹൃത്തിനെ കുറിച്ചാവാൻ പറയുന്നത്. ഇനി പേരൻസ് ആണെങ്കിൽ, മാതാപിതാക്കളാണെങ്കിൽ ചിലപ്പോൾ സിബ്ലിങ്സിനിടയ്ക്ക്, സഹോദരന്മാർക്കിടയിൽ ഒരാളെക്കുറിച്ചായിരിക്കാം പറയുന്നത്. നീ എന്താണ്, വാട്ട് ആർ യു, നിന്നെ എന്തിനു കൊള്ളാം, നീ ആണ്ട് അവളെ കണ്ടുപിടിക്കുക, നീ അവരെ കണ്ടുപിടിക്കുക, അല്ലെ അവനെ കണ്ടുപിടിക്കുക, അല്ലെ അയൽവക്കത്തെ ആളെ കണ്ടുപിടിക്കുക, അല്ലെ നിന്റെ കസിനെ കണ്ടുപിടിക്കുക, യു ആർ നത്തിങ്, നീ ഒന്നുമല്ല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ ആ ആളെ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇവരെ കൺഫ്യൂഷനിലാക്കുക, ഇവരുടെ ഒരു സെൽഫ് വർത്ത് എന്ന് പറയുന്നത് ഇല്ലാതാക്കി കളയുക. മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു, ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയാണ്, സെൽഫ് വർത്തിനെയാണ്. അതിനെ കില്ല് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ NPD ഉള്ള ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യും. ഇങ്ങനെയുള്ളൊരു അവസരത്തിലേ ഉള്ളൂ ഇവർക്ക് ഇവരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കുലേഷൻ ട്രോപ്പിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലേക്ക് വേറൊരാളെ കൊണ്ടുവന്ന് നിർത്തി ഇവരെ വെച്ചുകൊണ്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യുക, നിങ്ങൾ ഒന്നുമല്ലെന്ന് കാണിച്ചു തരിക. ഇനി വേറൊരു തരത്തിലുള്ള ട്രയാങ്കുലേഷൻ ട്രോപ്പും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരിടത്ത് വേറൊരാളെ കൊണ്ടുവരിക ഒരു റിലേഷൻഷിപ്പിലേക്ക്. ഇപ്പം സുഹൃത്തുക്കളായാലും, കാമുകന്മാരായാലും, ഭാര്യ ഭർത്താക്കന്മാരായാലും, മാതാപിതാക്കളായാലും ആരാണെങ്കിലും കൊണ്ടുവന്നിട്ട് പറയുക, തനിക്ക്, അതായത് ഈ വ്യക്തിക്ക്, ഈ NPD ഉള്ള ആൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്നേക്കാൾ താല്പര്യം അവരോടാണ്, എന്നേക്കാൾ താല്പര്യം നിങ്ങൾക്ക് അവരോടാണ്, നിങ്ങൾക്ക് ഇവരുമായിട്ടാണ് കൂടുതൽ അടുപ്പം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്നെ കെയർ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ ഡീവാല്യൂ ചെയ്ത് കാണിക്കുക, നമ്മൾ ചെയ്യുന്നത് ഒന്നും അല്ല എന്ന് കാണിക്കുക. ഇതിനിവർ രണ്ട് തരത്തിലുള്ള ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു, മറ്റുള്ള ആൾക്കാർ നമ്മളെക്കാൾ മേന്മയുള്ളവരാണെന്ന് ഇവർ നമ്മളെ കാണിച്ച് നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് വർത്തും ഇല്ലാതാക്കുക. രണ്ട്, നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് കാണിച്ചുകൊണ്ട് വേറൊരാളെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് പറയുകയാണ്, നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവർക്കാണ്, എനിക്കൊന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കാമുകന്മാരോ ഭാര്യ ഭർത്താക്കന്മാരോ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മറ്റൊരു ബന്ധം അവിടെ ഉണ്ടെന്ന് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. അതായത് ഭാര്യയോ ഭർത്താവോ ആയിക്കോട്ടെ, കാമുകനോ കാമുകിയോ ആയിക്കോട്ടെ, ഇവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഇവർ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് പറയുകയാണ്, നമ്മളെല്ലാം അവർക്കാണ് കൊടുക്കുന്നത്, അല്ലാതെ എനിക്കൊന്നും തരുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇവരെ ഫോക്കസ് ചെയ്ത്, ഇവരെ ടാർഗറ്റ് ചെയ്ത്, ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം ഇതിൽ ട്രയാങ്കുലേഷനാണ്. ഏത് തരത്തിലാണെന്ന് പറഞ്ഞാലും മൂന്നാമതൊരാളെ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്ന സാധനം, അല്ലെ വാല്യൂ എന്ന് പറയുന്ന സാധനത്തിനെ കില്ല് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയും. എസ്പെഷ്യലി പറഞ്ഞു, ഇത് കാമുകന്മാരും ഭാര്യ ഭർത്താക്കന്മാരും മാത്രമല്ല, മാതാപിതാക്കളുടെ ഇടയിലും ഇതുണ്ട്, സുഹൃത്തുക്കളും ഇത് ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ ഞാൻ പറയും കമ്പാരിസൺ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. മക്കളെ വെച്ചിട്ട് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത് ട്രയാങ്കുലേഷൻ ട്രോപ്പാണ്. സുഹൃത്തുക്കളാണെങ്കിലും ഇത് തന്നെയാണ്, വേറൊരാളെ കൊണ്ടുവന്ന് നിർത്തി എന്നേക്കാൾ താല്പര്യം നിനക്ക് അവരോടാണ്, അല്ലെങ്കിൽ
നിന്നേക്കാൾ നല്ലത് അവരാണ് എന്ന് പറയുന്നതും ട്രയാങ്കുലേഷൻ ഡ്രോപ്പാണ്. നിങ്ങൾക്ക് ഈ ഭാഗത്താണ് തലവേദന സ്ഥിരമായി വരുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ട്രയാങ്കുലേഷൻ ട്രോമ ത്രോപ്പ് ഹെഡേക്ക് എന്ന് പറയാം. ഇതിൽ എന്തുകൊണ്ടാണ് തലവേദന എടുക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് മാനസിക വിഷമം കൊണ്ടാണ്. തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള സമ്മർദ്ദം നമുക്ക് കൂടുകയാണ്. നമ്മൾ അതിനെ സയൻറ്റിഫിക്കായി പറഞ്ഞ കൊഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയും. കാരണം നമുക്കിതിനകത്ത് ലോജിക്ക് കിട്ടത്തില്ല. എത്ര ചിന്തിച്ചാലും നമുക്ക് ലോജിക്ക് കിട്ടത്തില്ല. കാരണം ഏത് തരത്തിലാണ് അവർ നമ്മളെക്കാൾ മേന്മയായിട്ട് അവരിയ്ക്കുന്നത്, അല്ല എന്താണ് നമ്മൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കാത്തത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനൊരു പരിഹാരം കിട്ടത്തില്ല. അപ്പം കൊഗ്നിറ്റീവ്ലി നമ്മൾ ഭയങ്കരമായി ഓവർലോഡാകും. കൊഗ്നിറ്റീവ്ലി ഓവർലോഡ് ആകുന്ന സമയത്ത് ബ്രെയിൻ ആക്ടിവിറ്റി ഒരുപാട് കൂടും. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ സ്പൈക്ക്, കോർട്ടിസോൾ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കൽ ഒരുപാട് ബ്രെയിൻ പമ്പ് ചെയ്ത് കയറാൻ തുടങ്ങും, ശരീരത്തിൽ ഉണ്ടാകാൻ തുടങ്ങും. ഈ അവസ്ഥയിൽ നമുക്ക് ശരീരം ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഭയങ്കരമായിട്ട് തളരും, ഓവർലോഡഡ് ആവും. അങ്ങനെ ഓവർലോഡ് ആകുന്ന അവസ്ഥയിൽ നമുക്കൊരു ഇമോഷണൽ എക്സ്റ്റോഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കരമായ ക്ഷീണം, അതല്ലെങ്കിൽ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആവുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമുക്ക് ഒരു ബ്രെയിൻ ഫോഗ് എന്ന് പറയും. ഫോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂടൽമഞ്ഞ്. ഇതുപോലെ തന്നെ ഒരു ബ്രെയിൻ ഫോഗ് നമുക്കുണ്ടാവും. നമ്മൾ എന്ത് ചിന്തിച്ചാലും അതിനകത്തൊരു ലോജിക്ക് നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ എന്താ ചിന്തിക്കുന്നത്, എങ്ങനെ ചിന്തിക്കണം, ഒന്നും കിട്ടത്തില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ടോട്ടലി നമ്മൾ ഒരു ഫോഗ് വന്നിട്ട്, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, വലിയ ഫോഗ് വന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലോക്കായി പോകും. ഈ ബ്ലോക്ക് ആകുന്ന അവസ്ഥ തന്നെയാണ് ഇവർക്ക് വേണ്ടത്. കാരണം ഇവരുടെ ഈ മാനിപ്പുലേഷൻ നമ്മൾ ചിന്തിക്കാനോ നമുക്ക് മനസ്സിലാകാനോ നമുക്ക് പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ബ്രെയിൻ ഫോഗ് അവർ സൃഷ്ടിക്കുന്നത്. ഈ ബ്രെയിൻ ഫോഗ് സൃഷ്ടിക്കാനുള്ള ഇവരുടെ ഒരു ടാറ്റിക്സ് ആണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ. ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിന് ചിന്തിച്ചേ പറ്റത്തുള്ളൂ, അതിന് മുന്നോട്ട് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അവസ്ഥയിൽ കൊഗ്നിറ്റീവ് ഓവർലോഡഡായി ബ്രെയിൻ ഫോഗ് ഉണ്ടായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നമുക്കൊരു മൈഗ്രെയിൻ പോലത്തെ ഒരു ഹെഡേക്ക് നമുക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇത് നമ്മുടെ നെക്കിലേക്കും ഷോൾഡറിലേക്കും പതിയെ ഇത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ രീതിയിലുള്ള ഹെഡേക്കും ഇതുപോലെ നെക്കും ഷോൾഡറിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, ടെസ്റ്റുകൾ ചെയ്തു, ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ടും ശാരീരികമായിട്ടുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല, പല മരുന്നുകൾ കഴിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയൊരു ട്രയാങ്കുലേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ. അതാരും ആകാം, ഈ പറയുന്ന മാതാപിതാക്കളാകാം, സുഹൃത്തുക്കളാവാം, കാമുകി കാമുകന്മാരാകാം, ഭാര്യ ഭർത്ത ബന്ധത്തിലുമാവാം. ഈ ഒരു ട്രയാങ്കുലേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹെഡേക്കും ഇതുപോലെ തന്നെയുള്ള വേദനകളും സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ട്രയാങ്കുലേഷൻ ട്രോമ ത്രോപ്പ് ഹെഡേക്കാണ് നിങ്ങൾക്കുള്ളത്. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുക. ഈ വ്യക്തിയിൽ നിന്നും ഇമോഷണലി ഫസ്റ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യുക, മാറി നിൽക്കുക. നിങ്ങളുടെ കൗൺസിലിംഗ് തെറാപ്പി ഹെൽപ്പ് സീക്ക് ചെയ്യുക. എപ്പോഴും ഞാൻ പറയും, അത് വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കൗൺസിലിങ്ങോ തെറാപ്പിയോ എടുക്കാൻ പോകുന്ന ആൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതിന് ഒരു കാര്യമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ, ധൈര്യം എന്ന് പറയുന്നത്. കാരണം ഇത് ട്രോമ ബോണ്ടാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന് തീരുമാനിക്കുകയാണ് ആദ്യം വേണ്ടത്. താങ്ക് യു. Thanks for watching Dr. Dance. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.